മക്കളെ, നിങ്ങളെ പലരുടെയും മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, സർ സോഷ്യൽ സയൻസിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ചാപ്റ്റേഴ്സാണ് ഞാൻ പഠിക്കേണ്ടത്? ഏത് ചാപ്റ്റേഴ്സ് ആയിരിക്കും ഏറ്റവും എളുപ്പം? അത് പഠിക്കാനും ഏറ്റവും എളുപ്പം, പരീക്ഷയിൽ മാർക്ക് കിട്ടാനും ഏറ്റവും എളുപ്പമായുള്ള ചാപ്റ്റേഴ്സ് ഏതാണ് എന്ന് കുറേ ദിവസങ്ങളായി നിങ്ങൾ കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല കുറേ പേരുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് മക്കളെ സോഷ്യലിൽ പഠിക്കാനുള്ളത്? ഈ പാർട്ട് എ എന്ന് പറഞ്ഞ ഭാഗത്ത് ഈ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, കൾച്ചർ ആൻഡ് നാഷണലിസം, ഈ ചാപ്റ്റേഴ്സ്, അതുകൂടാതെ ഈ ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9 9 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, 9 ചാപ്റ്റേഴ്സ് നമുക്ക് എന്തായാലും പഠിക്കണം. അപ്പോൾ അതിൽ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് പഠിച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ മിക്ക ചാപ്റ്റേഴ്സിൻ്റെ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ പേരും എക്സാമിനറിന് ചേർത്ത് യൂട്യൂബിൽ അടിച്ചാൽ മിക്ക ചാപ്റ്ററും എന്താണ് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ ആ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ചെയ്യാം, മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങുക. കാരണം ഇതിൽ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ വരുന്ന എവിടെയാണ്? പാർട്ട് ബിയിലാണ്. പാർട്ട് ബിയിലാകുമ്പോൾ ഓപ്ഷൻ വരും. ഓക്കെ, അതിൽ ഓപ്ഷനിൽ എന്താണ്, നമുക്ക് 2 ചാപ്റ്റർ, എപ്പോഴും 2 ചാപ്റ്റേഴ്സ് വരും. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാൻ പറയും. ബിക്കോസ് പരീക്ഷയിലും അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത്. ഈ 2 ചാപ്റ്ററിന് ചോദ്യം ഉണ്ടോ, ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ഉത്തരം കൊടുത്താൽ മതി. അപ്പം പിന്നെ അവിടെ ഒരു ചോദ്യം വരുന്നത് ഏത് ചാപ്റ്റർ പഠിക്കണം എന്നായിരിക്കും. ഓക്കെ, കാരണം ഈ 2 ചാപ്റ്റർ, ഇപ്പോൾ റെവല്യൂഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി തമ്മിൽ ഏത് ചാപ്റ്ററാണ് സാർ ഞാൻ പഠിക്കേണ്ടത്? എനിക്കൊന്നും അറിയില്ല. അങ്ങനെയാണ് ഞാൻ ഏതാ പഠിക്കേണ്ടത്? അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഞാനും നമ്മുടെ അലൻ സാറും നമ്മുടെ റോസിൻ മിസ്സും, നമ്മുടെ സോഷ്യലിൻ്റെ അടിപൊളി ടീച്ചറായ റോസിൻ മിസ്സൊക്കെ ഇരുന്ന്, നമ്മളല്ലാത്ത കുറച്ച് അക്കാഡമിക് ടീമൊക്കെ ഇരുന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിനും ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈസി, മീഡിയം, ഹാർഡ്. ഈസി എന്ന് കൊടുക്കുന്നത് എന്തിനായിരിക്കും? ഈസി ചാപ്റ്റർ, എളുപ്പത്തിൽ പഠിക്കാനും പഠിക്കുക മാത്രമല്ല പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററും കൂടി ആയിരിക്കും അത്. മീഡിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി അല്ല, എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല. ഹാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും, പരീക്ഷയിൽ ഉത്തരം കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഹാർഡ് ചാപ്റ്റേഴ്സ്. അപ്പോൾ ആ രീതിയിൽ റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പം റെവല്യൂഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് ഇൻ 20th സെഞ്ചുറി, ഇത് ഒരു ഓപ്ഷൻസ് ആണ്. ഏതിനൊരെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഏത് നിങ്ങൾ പഠിക്കണം? അപ്പം ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ചാപ്റ്റർ ഒരു മീഡിയം ലെവൽ ചാപ്റ്ററാണ്, എന്നാൽ വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി കുറച്ച് ഹാർഡ് ലെവൽ ചാപ്റ്ററാണ്. ഓക്കെ, ഇത് ആർക്കാണ് ഇങ്ങനെ? രണ്ടും പഠിക്കാത്തവർക്ക്. നിങ്ങൾ ചിലപ്പം ഈ ചാപ്റ്റർ കാര്യമായി പഠിച്ചില്ല, ഇത് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതാണ്, സാർ ഇതാണല്ലോ എളുപ്പം എന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നു, ഒന്നും പഠിക്കാത്തവർക്ക്, ഒന്നും ഇതുവരെ വലിയ തീരുമാനമൊന്നും എടുത്തില്ല, ഒന്നും കാര്യമായി പഠിക്കാത്തവർക്ക് ഇതായിരിക്കും കുറച്ചുള്ളൂ. അപ്പം ഞങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇത് പഠിക്കുക. ഓക്കെ, ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന റെക്കമെൻഡേഷനിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. പല എക്സെപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ അവസാനം വരെ ഈ വീഡിയോ കാണാൻ നോക്കുക. എന്നാലും നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ വീഡിയോയുടെ ഗുണം. അതുപോലെ ഈ 2 ചാപ്റ്റേഴ്സ് കമ്പയർ ചെയ്താൽ രണ്ടും ഈസിയാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസിയാണ്, സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസും അത്യാവശ്യം ഈസിയാണ്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് കുറച്ചുകൂടി എളുപ്പം. ഞാൻ പറയും നിങ്ങളിത് പഠിക്കാൻ. പക്ഷേ നിങ്ങൾ ഏത് പഠിച്ചാലും രണ്ടും എളുപ്പമാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടിലും ഇങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സൊന്നുമല്ല, കുഴപ്പിക്കുന്ന ചാപ്റ്റേഴ്സൊന്നുമല്ല, ഭയങ്കര കുറേ ഓർത്ത് വെക്കാനുള്ള ചാപ്റ്റേഴ്സും അല്ല രണ്ടും. ഞാൻ പറയുകയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അടുത്ത 2 ചാപ്റ്റേഴ്സ് രണ്ടും അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എടുത്തോ. ഓക്കെ, ഈ 2 ചാപ്റ്റേഴ്സും കുറച്ച് പ്രശ്നക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കുറച്ചും കൂടി എളുപ്പം അത് എടുക്കുക. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഏതെടുത്താലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് വേണം വെച്ചെടുക്കുക. നിങ്ങൾക്ക് ഇത് വേണം എടുക്കുക, ഇത് വേണം എടുക്കുക. ഞാനൊന്നും മാർക്ക് ചെയ്യുന്നില്ല. അടുത്ത 2 ചാപ്റ്റേഴ്സ് കമ്പയർ ആണെങ്കിലും രണ്ടും അത്യാവശ്യം മീഡിയമാണ്. രണ്ടും ടഫും അല്ല, രണ്ടും ഈസിയും അല്ല, മീഡിയം ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? നിങ്ങൾക്ക് സീസൺസ് ആൻഡ് ടൈം ശരിക്കും പറഞ്ഞാൽ അലൻ സാറിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ട്, അത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര സിമ്പിളാണ്, ഇത് ഭയങ്കര എളുപ്പമാണല്ലോ, ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അടുത്ത 2 ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇത് ആക്ച്വലി കുറച്ച് ഈസിയാണ്. കുറച്ച് മാപ്സ് ഒക്കെ പഠിച്ചു വെച്ചാൽ പരിപാടി തീർന്നോളൂ. കുറേ എഴുതാനും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇത് കുറച്ചും കൂടി മീഡിയം ലെവലിലാണ് വരുന്നത്. സോ ഒന്നും ഇതുവരെ പഠിക്കാത്തവർ ഇത് പഠിക്കുകയായിരിക്കും ബുദ്ധി. അടുത്ത 2 ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് എളുപ്പം. കാരണം അത് വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കുറച്ച് കുഞ്ഞു ആൻസേഴ്സ് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇന്ത്യ. എന്നാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുറച്ചും കൂടി പഠിക്കാനുണ്ടോ എന്നല്ല, കുറച്ചും കൂടി മനസ്സിലാക്കി ചെയ്യേണ്ടി വരും. കുറച്ചും കൂടി മനസ്സിലാക്കി പഠിക്കാനുണ്ട്. ഹ്യൂമൻ റിസോഴ്സിൽ ഇത്രയും മനസ്സിലാക്കാനൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ഓർത്ത് വെച്ചാൽ മതി. ഇതിലങ്ങനെ വെറുതെ ഓർത്ത് വെച്ചാൽ കുറച്ചും കൂടി മനസ്സിലാക്കി നിങ്ങൾ ഓർത്ത് വെക്കണം. അതുകൊണ്ടാണ് ഇതിനെ മീഡിയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എല്ലാ ഓപ്ഷൻസിനെയും നമ്മൾ തിരിച്ചിരിക്കുകയാണ്. സോ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററും പിന്നെ ഇതിലേതെങ്കിലും ഒരു ചാപ്റ്ററും പിന്നെ ഈ ചാപ്റ്ററും പഠിച്ചാൽ പരിപാടി തീർന്നു. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സജഷൻ. ഇനി ഇത് തന്നെ ചെയ്യണം നിങ്ങൾക്ക് നിർബന്ധമില്ല. ഈ സജഷൻ ഫോളോ ചെയ്യാൻ ഏറ്റവും
ബെസ്റ്റ് ആർക്കാണെന്നറിയോ? ഇതുവരെയായിട്ട് ഒന്നും പഠിക്കാത്തവർ. അതായത് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, എല്ലാം ഏതാണ്ട് ഒരേപോലെയാണ് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, വേണമെങ്കിൽ 1-2 ചാപ്റ്റർക്ക് അവിടെ ഇവിടെ മാറ്റാം. ഇത് ആർക്കും ആപ്ലിക്കബിൾ അല്ല വലിയ രീതിയിൽ. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 2 ചാപ്റ്റർ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് ആണ് എളുപ്പം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് അല്ലല്ലോ സാർ, ഇതാണല്ലോ എളുപ്പം, ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയേ, ഇതാണ് എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ചാപ്റ്റർ, അപ്പോൾ ഞാൻ ഇത് പഠിച്ചാൽ പോരെ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. നിങ്ങളത് പഠിച്ചാൽ മതി. നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്താൽ മതി, അതിലൊരു തെറ്റുമില്ല. കാരണം നിങ്ങൾക്ക് ശരിക്കും അതാണ് എളുപ്പം, നിങ്ങളത് പഠിക്കുക. നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ ജനറലി ഒന്നും പഠിക്കാത്തവരാണ് ഇതാണ് എളുപ്പം എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾ അത് പഠിച്ചാൽ മതി. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഇനി ഇതിൽ വേറൊരു കാര്യം ഉണ്ടാവും. ചില സ്കൂളുകളിലൊക്കെ അവർ പറയും, നിങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇത് പഠിക്കണ്ട, ഇത് പഠിച്ചാൽ മതി പറയും. എന്നിട്ട് അവർ ഇതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ ഇതായിരിക്കും പഠിപ്പിക്കുകയുള്ളൂ, മറ്റേ പേപ്പർ പഠിപ്പിക്കുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂളിൽ ഏതാണോ എടുക്കുന്നത് അത് പഠിക്കുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. സ്കൂളിൽ ഒന്നും എടുക്കുന്നില്ല, അല്ലെ സ്കൂളിൽ 2 എടുക്കുന്നതാണ്, അങ്ങനത്തെ അവസ്ഥയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് കേൾക്കാം. അല്ലെ സ്കൂളിൽ ടീച്ചർ പറഞ്ഞ് ഇതാണ് ഞാൻ പഠിപ്പിക്കൂ, ഇതാണ് നിങ്ങളുടെ പരീക്ഷയിൽ എളുപ്പം വരാൻ പോകുന്നത്, അതാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ മറിച്ച് അതിന് വിപരീതമായിട്ട് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം സ്കൂളിൽ നാളെ ഗുണം എന്താ വെച്ചാൽ ടീച്ചർ പഠിപ്പിക്കുന്ന കുറച്ചെങ്കിലും ഓർമ്മയുണ്ടാവും, പിന്നെ നോട്ട്സൊക്കെ കിട്ടും, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും അതായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നോട്ട്സ് കിട്ടും. പരീക്ഷയുടെ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പഠിക്കാനും ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാനും പിന്നെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ മാത്രം ഇതും പഠിക്കാൻ പോകുന്നതിൽ ബുദ്ധിയില്ല. ഓക്കെ, അപ്പോൾ ടീച്ചർ സ്കൂളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യാണ് ബുദ്ധി. ഓക്കെ, പക്ഷേ ജനറലി ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഏതൊക്കെ ചാപ്റ്ററാണ് ഈസി, ഏതൊക്കെ ചാപ്റ്ററാണ് ഡിഫിക്കൽട്ട് എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഒരു തീരുമാനം എടുക്കുക. ഈ പരീക്ഷയുടെ തലേന്ന് ആവാൻ വേണ്ടി നിൽക്കരുത്. ഇപ്പം തന്നെ തീരുമാനം എടുക്കുക, ഏത് ചാപ്റ്റർ നിങ്ങൾ പഠിക്കും, ഏത് ചാപ്റ്റർ നിങ്ങൾ പഠിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കുക. പിന്നെ മെല്ലെ മെല്ലെ നിങ്ങളൊരു ടൈം ടേബിൾ, നിങ്ങളെല്ലാവരും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഞാൻ വിചാരിക്കുന്നു. ടൈം ടേബിൾ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ടൈം ടേബിൾ വീഡിയോസൊക്കെ പല വീഡിയോസായിട്ട് നമ്മുടെ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണം, എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കി അത് ഫോളോ ചെയ്ത് മെല്ലെ മെല്ലെ ഓരോരോ ചാപ്റ്റർ പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ മിക്ക ചാപ്റ്റേഴ്സിൻ്റെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ആ ചാപ്റ്ററിൻ്റെ പേരും ചേർത്ത് എക്സാമിനറിന് അടിച്ചാൽ ആ ചാപ്റ്ററിൻ്റെ ലൈവ് കിട്ടും, അത് ഓൾറെഡി കഴിഞ്ഞു പോയ ലൈവോ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് കാണുക, പഠിക്കുക, മുന്നോട്ട് പോവുക. മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് ഇനി ലൈവുകൾ വരുന്ന ലൈവുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ ചാപ്റ്റേഴ്സായിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോകും. പക്ഷെ അതിന് വെയിറ്റ് ചെയ്തിരിക്കേണ്ട, കാരണം കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ച് മുന്നേറണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സോഷ്യൽ സയൻസിൻ്റെ റിലേറ്റഡ് ആയിട്ട് അറിയണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് സംശയങ്ങളുള്ള വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഞങ്ങളെ അറിയിക്കുക. ഓൾസോ മക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അവർക്ക് വാട്സപ്പ് വഴി ഒന്ന് ഈ ലിങ്ക് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. അവരും കണ്ടോട്ടെ, അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അത്രയേ പറയാനുള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിലോ അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിലോ നമുക്ക് കാണാം.